അപ്പോൾ ഇതൊരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ, എൻ്റെ ഡേറ്റ് ആവാറെന്ന് എല്ലാവർക്കും അറിയാലോ. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ളൊരു സമയം കഴിഞ്ഞു. ഒരു 34 to 36 വീക്സ് ആകുമ്പോഴേക്കും നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ബേബിയുടെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാനിപ്പോൾ 37 വീക്സ് ആവാറായി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഈ സമയമെല്ലാം ഇതെല്ലാം സാധനങ്ങളൊക്കെ സെറ്റ് ആയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്ന ബേബിയുടെ സാധനങ്ങളാണ്. ഫസ്റ്റ് നമ്മളൊരു ടവൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ബേബിയുടെ ചെറിയ ടർക്കികൾ, ചെറിയ കോട്ടൻ്റെ ടർക്കി, പിന്നെ കുറച്ച് ക്യാപ്പ്, പിന്നെ ബേബിയുടെ ഈ പാലൊക്കെ കുടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ചെറിയ ടവല്, പിന്നെ ക്യാപ്പ്, വെസ്റ്റ് ബേബി ഗ്രോ ഒക്കെ ഒരു 3-4 വെച്ച് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെറിയ ഇതെടുത്തിരിക്കുന്നത്. കാല് കവർ ചെയ്യുന്നത് ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. കാല് കവർ ചെയ്യാത്ത ടൈപ്പ് ബേബി ഗ്രോ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഇവിടെ സമ്മർ ആയതുകൊണ്ട്. ഫീഡിങ്ങിൻ്റെ ഒരു ബോട്ടിൽ, പിന്നെ സോക്സും മിറ്റൻസും ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ ജസ്റ്റ് ഒരു ടോയ് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിന് ടർക്കിയുടെ ടവൽ ജസ്റ്റ് ഒന്ന് പൊതിയാൻ വേണ്ടിയിട്ട്, പിന്നെ കോട്ടൺ പാഡ്, എന്തെങ്കിലും മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും സ്റ്റെറൈൽ കോട്ടൺസാണ്, പൗഡറ്, സോപ്പ്, ഒരു ചെറിയ ടോയ്, പിന്നെ സ്യൂഡോ ക്രീം നാപ്പി റാഷനൊക്കെ നല്ലതാണ്. നാപ്പി റാഷനൊക്കെ നല്ലൊരു ഇതാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വാട്ടർ വൈപ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും കൊച്ചുങ്ങൾക്ക് കംഫർട്ടബിൾ. പിന്നെ നമ്മൾ നാപ്പീസ് നമ്മൾ ആവശ്യത്തിന് ഒരു 10-15 നാപ്പി നമ്മൾ വെക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മദറിൻ്റെ സാധനങ്ങളാണ്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 3 നൈറ്റ് ഡ്രസ്സ്. ഇത് ഫീഡിങ്ങിൻ്റെ ഇതിന് വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ്. 3 ദിവസത്തേക്കുള്ള ഞാൻ പാക്ക് ചെയ്തേക്കുന്നത്. ഹോസ്പിറ്റലിൽ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇടാനായിട്ട് ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നഴ്സിംഗ് ബ്രാ. ഇത് ടോയ്ലറ്ററീസ് ആണ്. നമ്മുടെ സാധനങ്ങൾ, നമുക്ക് ഷവറിൻ്റെ സാധനങ്ങൾ, ജസ്റ്റ് ഓയില്, ഫേസ് വാഷ്, പേസ്റ്റ് ബ്രഷ്, അങ്ങനെ അതെല്ലാം. മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് പാഡ് ഞാൻ ഓൾവേസിൻ്റെ ആണ് വാങ്ങിയത്. ഓൾവേസിൻ്റെ ലാർജ് പാൻസ് പോലെ ഇങ്ങനെ പാഡാണ് വാങ്ങിച്ചത്. അതെന്ന് നമുക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. എനിക്ക് ഫസ്റ്റത്തേന് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാഡിന് വലിയ പാഡ് നമുക്ക് വേണ്ടി വരും. അങ്ങനെ വലിയ പാഡ്. പിന്നെ ഇതെന്ന് പറയുന്നത് നഴ്സിംഗ് പാഡ്സ്, നമ്മുടെ ബ്രസ്റ്റിൻ്റെ പാല് ലീക്കൊക്കെ ആവണ ആൾക്കാർക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്, നഴ്സിംഗ് പാഡ്. പിന്നെ ഒരു ടർക്കി. പിന്നെ ഇത് നമ്മുടെ ചീപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കണം. ജസ്റ്റ് മേക്കപ്പ് ഐറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം. ചീപ്പ്, നമ്മുടെ തലയിലിടുന്ന സാധനങ്ങൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ പാഡ്. ഇത് ഓൾവേസിൻ്റെ തന്നെയാണ്. ഇതും ഒരു 3-4 എണ്ണം. അത് നോർമൽ പാഡ്. നെക്സ്റ്റ് നമ്മൾ കാർ സീറ്റാണ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനും ആവശ്യമുള്ളതാണ് കാർ സീറ്റ്. പിന്നെ അതിനൊപ്പം ഒരു പുഷ് ചെയറും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാർ സീറ്റ് മാത്രം മതി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ.